ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് ആൻഡ് ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നമ്മൾ സ്റ്റാക്കും ക്യൂവും ഒരു അറയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യം അറിയാനുണ്ട്. സ്റ്റാക്ക് എന്താണെന്നും ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നും ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കണ്ടെയ്നർ, ഒരു ഓപ്പൺ കണ്ടെയ്നർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഓപ്പൺ കണ്ടെയ്നറാണ്. ഒരു സൈഡിൽ മാത്രം ഓപ്പണിംഗ് ഉള്ളത്. ഇതിൽ ഇപ്പോൾ പല എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും എനിക്ക് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്പൺ കണ്ടെയ്നർ, ഇതാണ് ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻസേർഷനും ഡിലീഷനും ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും നമുക്ക് ഒരു എൻഡിൽ നിന്നേ പറ്റൂ. ഈ ഒരു എൻഡിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാനും ഇടാനും പറ്റുന്നുള്ളൂ. അപ്പോൾ ആ എൻഡിനെയാണ് ടോപ്പ് എന്ന് പറയാം. ഇതാണ് ടോപ്പ്. സ്റ്റാക്കിൻ്റെ ഇതൊക്കെയാണ് ബേസിക് സ്റ്റാക്കിൻ്റെ. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് വരികയാണെങ്കിൽ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നോഡ് വരും. നമ്മളൊരു അറേയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ വെറുതെ ഡാറ്റാസ് ഇട്ടാൽ മതി. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസ് ആകുമ്പോൾ. പിന്നെ ഈ സ്റ്റാക്കിൽ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ ലിഫോ പ്രിൻസിപ്പിളാണ്. ലിഫോ അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പോൾ ഇവിടെ കണ്ടു, ലാസ്റ്റ് ഇട്ടതായിരിക്കും. ഇപ്പോൾ ഞാൻ 3 ആണിത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത്. ഈ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തതായിരിക്കും ഫസ്റ്റ് വരിക, അല്ലേ? നമുക്ക് ഏറ്റവും അവസാനം ഇട്ടതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. അത് തന്നെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആയിരിക്കും സ്റ്റാക്കിന്. അപ്പോൾ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നോഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, ലിങ്ക്ഡ് ലിസ്റ്റും നോക്കണം, സ്റ്റാക്കിൻ്റെ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. ബൈ ഡിഫോൾട്ട് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ് പറയുക. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ഓർഡേർഡ് സെറ്റ് വിത്ത് ദി ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓൾവേസ് ഫ്രം വൺ എൻഡ് ഓൺലി. ഒരു എൻഡിൽ നിന്ന് മാത്രമേ ഇൻസേർഷനും ഡിലീഷനും നടക്കൂ. അപ്പോൾ ആ എൻഡിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് പറയുക. അതായത് പുഷ് ആൻഡ് പോപ്പ്, ഈ രണ്ട് ഇത് ഓപ്പറേഷൻസ് ആണ്. സ്റ്റാക്കിലുള്ള ഓപ്പറേഷൻസ് ആണ് പുഷ് ആൻഡ് പോപ്പ്. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക. എലമെൻറ്റ് ഇൻസേർട്ടും റിമൂവും. ഈ രണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ടോപ്പിൽ നിന്നായിരിക്കും. ഇനിയിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 4800 ഒരു വാല്യൂ സ്റ്റോർ ചെയ്താണ്. അതാണ് ഹെഡ് പോയിൻ്റർ. ഇതാണ് ഹെഡ് പോയിൻ്റർ ആണത്. ഇത് ഹെഡ് പോയിൻ്റർ പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് നോഡ്. ഇതാണ് ഫസ്റ്റ് നോഡ്. ഈ ഫസ്റ്റ് നോഡിനെ പറയുന്നത് ഹെഡ് നോഡ് എന്നാണ്. ഈ ഹെഡ് പോയിൻ്റർ, ഇത് ഹെഡ് പോയിൻ്റർ ആണ്, ഹെഡ് നോഡല്ല. ഇത് ഹെഡ് പോയിൻ്റർ ആണ്. ആ ഹെഡ് പോയിൻ്റർ പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് നോഡ്. അതിനെ ഹെഡ് നോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ രണ്ട് പാർട്ടുണ്ട്. ഇതൊരു നോഡിന് രണ്ട് പാർട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഡേറ്റ പാർട്ടും ഒരു അഡ്രസ് പാർട്ടും ഉണ്ട്. ഡേറ്റ പാർട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അഡ്രസ് പാർട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ്. അഡ്രസ് പാർട്ട് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 4900 എന്നാണ് അടുത്ത നോഡ്. അതായത് ഇതാണ് അടുത്ത നോഡ്. ഈ നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് നോക്ക്, ഇത് സെയിം ആണ്. ഈ നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 4900. അത് നമുക്ക് കിട്ടിയത് മുമ്പുള്ള നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ 5000 ആണ്. അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ 5000 ആണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ് പാർട്ട്. അത് നമ്മൾ സ്റ്റാക്ക് അറേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെയല്ല. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ആകുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അതായത് വി ആർ സ്റ്റോറിങ് ദി എലമെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് നോട്ട്സിൻ്റെ ഫോമിലായിരിക്കും എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുക. ആസ് വെൽ ആസ് ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിഫോ. സ്റ്റാക്ക് വരുമ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഫ്രം ഹെഡ് ഓർ ടെയിൽ. ഒന്നെങ്കിൽ ഹെഡിൽ നിന്ന് ഇൻസേർഷൻ ഡിലീഷൻ നടത്തുക, അല്ലെങ്കിൽ ടെയിൽ നിന്ന് ഇൻസേർഷൻ ഡിലീഷൻ നടത്തുക. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. നമ്മൾ കോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എഴുതിയത് പുഷ് ടു നമ്മൾ പുഷ് ചെയ്യണം ഒരു സ്റ്റാക്കിൽ. ഇപ്പോൾ ഞാൻ സ്റ്റാക്കിൽ ഒരു നോഡ് വരച്ചു. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഡയഗ്രമാറ്റിക്കലി. അപ്പോൾ ഞാനിതാ പുഷ് 2 എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ ഒരു സ്റ്റാക്കിൽ നോഡ് വരച്ചു, എന്നിട്ട് ഞാൻ 2 ഇട്ടു. ഇവിടെ അഡ്രസ് പാർട്ട് 0 നമ്മൾ ഇട്ടു, കാരണം നമുക്ക് അടുത്ത നോഡ് അറിയില്ല. അപ്പോൾ ടോപ്പ് കറൻ്റ്ലി 0 ആണ്. ടോപ്പ് ഞാൻ 0 ആക്കി കൊടുത്തു. ഓക്കെ, ടോപ്പ് ഇപ്പോൾ കറൻ്റ്ലി 0 ആണ്. അപ്പോൾ നമ്മൾ 2 പുഷ് ചെയ്തു. അഡ്രസ്സ് ഞാനിപ്പോൾ ഇതാ ഒരു 100 കൊടുത്തു. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് അല്ല, ഞാൻ 100 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അപ്പോൾ ന്യൂ നോഡിൻ്റെ വാല്യൂ 100 ആയി. ന്യൂ നോഡിൻ്റെ വാല്യൂ എന്ന് ഉദ്ദേശിച്ച് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടോപ്പ് ഇപ്പോൾ 100 ആയി. അടുത്ത എന്താ ചെയ്യേണ്ടത്? പുഷ് 5 ആണ്. 5 പുഷ് ചെയ്യേണ്ട സമയത്ത് ഞാനിവിടെ 5 ഇട്ടു. ഇവിടെ എന്തായിരിക്കും? അഡ്രസ് പാർട്ടിൽ എന്തായിരിക്കും? 100 ആയിരിക്കും. അവിടെ 100 ആയിരിക്കും. 5 പുഷ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ അഡ്രസ് വാല്യൂ ആയിട്ട് കിട്ടുന്ന 100 എവിടെ നിന്നാണ് കിട്ടിയത്? ടോപ്പിൻ്റെ വാല്യൂ എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതുപോലെ അപ്പോൾ ഇത് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യും, ഈ നോഡ് താഴേക്ക് പോയിൻ്റ് ചെയ്യും. ഇപ്പോൾ കറൻ്റ്ലി ന്യൂ നോഡിൻ്റെ വാല്യൂ 100 ആണ്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് പുഷ് 8 ആണ്. അപ്പോൾ ഞാനിവിടെ 8 പുഷ് ചെയ്തു. 8 ഇതിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തില്ലല്ലോ. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ 200 കൊടുത്തു. ആദ്യത്തെ 100 ആണ്, അടുത്ത 200 കൊടുത്തു. 200 കൊടുക്കുമ്പോൾ ന്യൂ നോഡും 200 ആയി. ഇതിങ്ങോട്ട് പോയിൻ്റ് ചെയ്തു, സെക്കൻഡ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു. ഇതില്ല, ഇതിപ്പം ഓക്കെ, ഇതിങ്ങോട്ട് പോയിൻ്റ് ചെയ്തു. ന്യൂ നോഡിൻ്റെ വാല്യൂ 200 ആയി. അപ്പോൾ ടോപ്പും 200 ആയി. ടോപ്പ് 200 ആയി. ഈ 5 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 200 ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ 200 ആക്കുമ്പോൾ ന്യൂ നോഡ് 200 ആയി. ടോപ്പ് എങ്ങനെയാവും? ടോപ്പും 200 ആയി. അപ്പം നമുക്ക് 8 പുഷ് ചെയ്തപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് 200 കിട്ടി. അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ടോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 8 എന്ന് പറയുന്നത് നെക്സ്റ്റ് താഴെ പ്രീവിയസ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഈ ന്യൂ നോഡ് മാറി നേരെ ഇങ്ങോട്ട് പോകും. ഓക്കെ, ന്യൂ നോഡ് പോയിൻ്റ് ചെയ്യുന്നത് അടുത്ത നെക്സ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അടുത്തത് ഇപ്പം ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ 8 പുഷ് ചെയ്ത സമയത്ത് അവിടെ ഞാൻ ഒരു അഡ്രസ്സ് 300 കൊടുത്തു. അടുത്ത പുഷ് ചെയ്യുകയാണെങ്കിൽ ന്യൂ നോഡിൻ്റെ വാല്യൂ 300 ആവും. അങ്ങനെ ടോപ്പിൻ്റെ വാല്യൂവും 300 ആവും. അന്നേരം അടുത്ത പുഷ് ചെയ്യുന്ന ഇപ്പം ഞാനൊരു 10 പുഷ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ 10ൻ്റെ അഡ്രസ് വാല്യൂ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് കിട്ടും. അതായത് നമുക്ക് 300 കിട്ടി. അപ്പോൾ അങ്ങനെ 300 അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇത് ഇൻസേർഷൻ, അതായത് പുഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോപ്പാണെങ്കിൽ ഈ 8 ഞാൻ പോപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 8ൻ്റെ അങ്ങനെ തന്നെ പോവും, ഈ നോഡ് അങ്ങനെ തന്നെ പോവും, ഇതിൻ്റെ അഡ്രസ്സും പോവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ന്യൂ നോഡിൻ്റെ വാല്യൂ എന്ത് തന്നെയാവും? 100 തന്നെയാവും. മുമ്പത്തെ പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ് വാല്യൂ തന്നെയാവും ഈ ന്യൂ നോഡിനും ടോപ്പിനും. ഓക്കെ, ഇത്രയാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് കോഡിലേക്ക് പോവാം. ഇതാണ് കോഡ്. വോയിഡ് പുഷ് ഐറ്റം ഇൻസേർട്ട് ഫസ്റ്റ് ഹെഡ് ഐറ്റം എൻ പുഷ്. ഇവിടെ പുഷും ചെയ്യുന്നുണ്ട്, നമ്മൾ പോപ്പും ചെയ്യുന്നുണ്ട്. അടുത്ത സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് സ്ലൈഡാണ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ഇൻസേർട്ട് ഫസ്റ്റും ഡിലീറ്റ് ഫസ്റ്റുമാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, ഡിലീറ്റും അവിടുന്ന് തന്നെ ചെയ്തു, ഒരു സൈഡിൽ നിന്ന് തന്നെ. കാരണം നമുക്ക് പഠിച്ചു സ്റ്റാക്കിൽ ഒരു എൻഡിൽ നിന്ന് മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ. ഇൻസേർട്ട് ആണെങ്കിലും ഡിലീറ്റ് ആണെങ്കിലും ഒരു എൻഡിൽ നിന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇൻസേർട്ട് ഫസ്റ്റ് തന്നെ ഇൻസേർട്ടും ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇൻസേർട്ട് ലാസ്റ്റ്, ഡിലീറ്റ് ലാസ്റ്റിൽ നിന്നും ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റുമായിട്ട് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിലാണല്ലോ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻസേർട്ട് ഫസ്റ്റും ഡിലീറ്റ് ഫസ്റ്റിൻ്റെയും കേസ് പറയാം. വോയിഡ് പുഷ് ഐറ്റം, ഞാനൊരു ഐറ്റത്തിനെ പുഷ് ചെയ്തു. ഓക്കെ, ഇൻസേർട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നു. ഒരു ഐറ്റം ഇൻസേർട്ട് ഫസ്റ്റിൻ്റെ അൽഗോരിതം ഞാൻ കാണിച്ചു തരാം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നേരെ. ഇൻസേർട്ട് ഫസ്റ്റ് ഐറ്റം. ഓക്കെ, അതിനുശേഷം നമ്മൾ എൻഡ് പുഷ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട് ഇൻസേർട്ട് ഫസ്റ്റ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ കണ്ടു പുഷ് കോൾ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഫസ്റ്റ് അല്ലെങ്കിലല്ല ഇൻസേർട്ട് ഫസ്റ്റും ഡിലീറ്റ് ഫസ്റ്റും ഈ 2 ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, നമ്മൾ പുഷാണ് ചെയ്യുന്നത്, അതായത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിനാണ് ന്യൂ നോഡ് ഈക്വൽ ടു ക്രിയേറ്റ് നോഡ്. ഓക്കെ, എന്നിട്ട് ആ നോഡിൻ്റെ ഡാറ്റയിൽ ഞാൻ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ആദ്യം കൊടുത്ത വാല്യൂ അതിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ,
ഇനി ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, ഹെഡ് നള്ളാണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. ന്യൂ നോഡ് ഓഫ് ലിങ്ക് ഈക്വൽ ടു നൾ. ന്യൂ നോഡ് ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് പ്രീവിയസ് നോഡാണ്. അഡ്രസ് പാർട്ടിനെയാണ് ഈ ലിങ്ക് എന്ന് പറയുക. ഓക്കെ, ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് നള്ളാണെങ്കിൽ, നള്ളായിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് അത് നള്ളാണ്. അതിൻ്റെ അർത്ഥം എന്താ? കാരണം അടുത്ത നോഡില്ല, അവിടെ ഒരു നോഡേ ഉള്ളൂ, നമുക്ക് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഇല്ല, അപ്പോൾ വേറെ നോഡില്ല. എൽസ് അതല്ലെങ്കിൽ ന്യൂ നോഡ് ഓഫ് ലിങ്ക് ഈക്വൽ ടു ഹെഡ്. അല്ലെങ്കിൽ ന്യൂ നോഡ്, അതായത് ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ആ ഹെഡിൻ്റെ അതേ അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, ഹെഡിൻ്റെ കൊടുത്ത വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, അല്ലേ? അപ്പോൾ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. അങ്ങനെ അതാണ് എൻഡ് ഇൻസേർട്ട് ഫസ്റ്റ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞു. അതാണ് അത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റാക്കിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ ഡയഗ്രമാറ്റിക്കലി ഷോ ചെയ്തത് കോഡാക്കിയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ പുഷ് കഴിഞ്ഞു, അവിടെ എൻ പുഷായി. ഇനി നമ്മളടുത്ത് പോപ്പ് ചെയ്യാണ്. ഒരു എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വോയിഡ് പോപ്പ് ഡിലീറ്റ് ഫസ്റ്റ് ഹെഡ് കൊടുത്തു, എൻഡ് പോപ്പ്. ഇങ്ങനെ ആകുമ്പോൾ ഡിലീറ്റ് ഫസ്റ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഡിലീറ്റ് ഫസ്റ്റിൻ്റെ കോഡ്. ഡിലീറ്റ് ഫസ്റ്റ് ഓഫ് ഹെഡ്. ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് എംറ്റി, അവിടെ ലിസ്റ്റ് ഇല്ല. ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഹെഡ് നള്ളല്ലെങ്കിൽ ഹെഡ് ഈക്വൽ ടു ഹെഡ് ഓഫ് ലിങ്ക്, അതായത് അഡ്രസ് പാർട്ടിൻ്റെ. ഓക്കെ, ഡിലീറ്റ് ഫസ്റ്റ്, എൻഡ് ഡിലീറ്റ് ഫസ്റ്റ്. ഇങ്ങനെയാണ് പോപ്പ് ഓപ്പറേഷൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഇൻസേർട്ട് ഫസ്റ്റും ഡിലീറ്റ് ഫസ്റ്റുമാണ് ചെയ്തത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ലാസ്റ്റും ഡിലീറ്റ് ലാസ്റ്റും. ലാസ്റ്റിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നു, ലാസ്റ്റിൽ നിന്ന് തന്നെ റിമൂവും ചെയ്യുന്നു. ആ രണ്ട് ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം എന്തായാലും. വോയിഡ് പുഷ് ഐറ്റം, നമ്മളൊരു ഐറ്റത്തിനെ പുഷ് ചെയ്തു, അതായത് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ലാസ്റ്റ് ഹെഡ് ഐറ്റം എൻഡ് പുഷ്. ഈ ഇൻസേർട്ട് ലാസ്റ്റ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഇൻസേർട്ട് ലാസ്റ്റിൻ്റെ കോഡ് ഇതാ. ഇൻസേർട്ട് ലാസ്റ്റ് ഹെഡ് കോമ വാല്യൂ. അതായത് ഞാൻ ഒരു വാല്യൂ കൊടുത്തു, അടുത്ത ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ലിങ്ക് ലിസ്റ്റ് ആണ്, നമുക്കൊരു നോഡ് എന്തായാലും വേണം. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡ് ഈക്വൽ ടു ക്രിയേറ്റ് നോഡ്. അങ്ങനെയാണ് നോഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയിൽ ഞാനൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ന്യൂ നോഡ് ഓഫ് ഡാറ്റ ഈക്വൽ ടു വാല്യൂ. ഞാനൊരു വാല്യൂ കൊടുത്തു. ആദ്യം കൊടുത്ത വാല്യൂ ന്യൂ നോഡിൽ അസൈൻ ചെയ്തു. ഓക്കെ, ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, ഹെഡ് നള്ളാണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡ് നള്ളാണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. അങ്ങനെ നമ്മൾ ന്യൂ നോഡായിട്ട് കൊടുത്തു ഹെഡിന്. ഓക്കെ, അപ്പോൾ ന്യൂ നോഡ് ഓഫ് ലിങ്ക് എന്ന് പറയുമ്പോൾ ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് അത് നള്ളായിട്ട് നമ്മൾ കൊടുത്തു. ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് നള്ളായിട്ട് കൊടുത്തു. അതായത് അടുത്ത നോഡ് എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ അഡ്രസ്സൊന്നും നമുക്കറിയില്ല. അതല്ലെങ്കിൽ കറണ്ട് ഈക്വൽ ടു ഹെഡ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നോഡ് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഹെഡ്. ഓക്കെ, കറണ്ട് നോഡ് ഈക്വൽ ടു ഹെഡ്. വൈൽ കറണ്ട് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. കറണ്ട് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ, അതായത് കറണ്ട് നോഡിൻ്റെ ലിങ്ക്, അതായത് അഡ്രസ് പാർട്ട് നൾ അല്ലെങ്കിൽ കറണ്ട് ഈക്വൽ ടു കറണ്ട് ഓഫ് ലിങ്ക്. അതിനുശേഷം കറണ്ട് ഓഫ് ലിങ്ക് ഈക്വൽ ടു ന്യൂ നോഡ്. കറണ്ട് ലിങ്ക് അഡ്രസ് പാർട്ടിൽ ന്യൂ നോഡ് സ്റ്റോർ ചെയ്തു, ന്യൂ നോഡ് ആക്കി വെച്ചു. എന്നിട്ട് ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് നള്ളാക്കി. ന്യൂ നോഡ് ഓഫ് ലിങ്ക് ഈക്വൽ ടു നൾ. അതാണ് ഇൻസേർട്ട് ലാസ്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത്, എൻഡ് ഇൻസേർട്ട് ലാസ്റ്റ്. എന്നിട്ട് എൻ പുഷ് ആക്കി. ഓക്കെ, വോയിഡ് പുഷ് ഐറ്റം ഇൻസേർട്ട് ലാസ്റ്റ് ഹെഡ് കോമ ഐറ്റം എൻ പുഷ്. ഇതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, ഇൻസേർട്ട് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ, നമ്മൾ പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷനാണ്, ഇൻസേർഷൻ ഓഫ് എലമെൻറ്റ്സ്, ആഡിങ് ഓഫ് എലമെൻറ്റ്സ്. അതിൻ്റെ ഇൻസേർട്ട് ലാസ്റ്റ് വെച്ച് ചെയ്തതിൻ്റെ കോഡാണ്. അടുത്തത് വോയിഡ് പോപ്പ്. നമ്മൾ പോപ്പ് ചെയ്യാണ്, സെയിം സൈഡിൽ നിന്ന് തന്നെ, അതായത് ലാസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്, പോപ്പ് ചെയ്യാണ്. അപ്പോൾ ഡിലീറ്റ് ലാസ്റ്റ് കോൾ ചെയ്തു, പോപ്പിന് ഡിലീറ്റ് ലാസ്റ്റ് കോൾ ചെയ്തു. നമ്മൾ സ്റ്റാക്കിൻ്റെ കേസ് എടുക്കുമ്പോൾ എല്ലാം ഒരു സൈഡിന്, അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. പുഷും പോപ്പും ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ട് ലാസ്റ്റും ഡിലീറ്റ് ലാസ്റ്റും, ഇൻസേർട്ട് ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ലാസ്റ്റ് ഓഫ് ഹെഡ് എൻ പോപ്പ്. ഈ ഡിലീറ്റ് ലാസ്റ്റിന് കോഡ് ഒന്നുമില്ല, സിമ്പിളാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഡിലീറ്റ് ലാസ്റ്റ് ഓഫ് ഹെഡ്, ഒരു ഹെഡ് ഉണ്ട്. അപ്പോൾ ഹെഡ് ഈക്വൽ ടു നൾ, ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് എംറ്റി ആണ്. എൽസ് ഇഫ് ഹെഡ് ഓഫ് ലിങ്ക് ഈക്വൽ ടു നൾ, ഹെഡ് ഓഫ് ലിങ്ക് അതായത് ഹെഡിൻ്റെ അഡ്രസ് പാർട്ട് നൾ അല്ലെങ്കിൽ അത് നള്ളായിരിക്കും. അപ്പോൾ ഹെഡ് ഈക്വൽ ടു നൾ. എൽസ് കറണ്ട് ഈക്വൽ ടു ഹെഡ്, കറണ്ട് നോഡാണ് ഹെഡായിട്ട് എടുത്തു, അപ്പോൾ പ്രീവിയസ് ഈക്വൽ ടു ഹെഡ്. വൈൽ കറണ്ട് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് ഓഫ് ലിങ്ക്
ലിങ്ക് നോട്ട് ഈക്വൾ ടു നള്ളാണെങ്കിൽ, അതായത് ലിങ്ക് നള്ളല്ലെങ്കിൽ പ്രീവിയസ് ഈക്വൾ ടു കറണ്ട്, കറണ്ട് ഈക്വൾ ടു കറണ്ട് ഓഫ് ലിങ്കായിട്ട് കറണ്ട് അഡ്രസ് കറണ്ട് ഇതിൽ അഡ്രസ് പാർട്ട് സ്റ്റോർ ചെയ്തു, ലിങ്കിൻ്റെ ലിങ്ക് തന്നെ. പ്രീവിയസ് ലിങ്ക് ഈക്വൾ ടു നൾ ആൻഡ് ഡിലീറ്റ് ലാസ്റ്റ്. ഇതാണ് പോപ്പിൻ്റെ. സ്റ്റാക്കിൻ്റെ വോയിഡ് പോപ്പ് നമ്മളിപ്പോൾ ചെയ്തു, ഡിലീറ്റ് ലാസ്റ്റ് എൻഡ് പോപ്പ്. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ഈസിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ് മനസ്സിലായാൽ ഈ അൽഗോരിതം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യൂ ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ നമുക്കറിയേണ്ടത് ക്യൂ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ക്യൂവിലിപ്പോൾ ഇവിടെയും സെയിം അവിടെ ക്യൂവിൽ നമ്മൾ സ്റ്റാക്കിൽ ചെയ്ത അതേ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലിഫോ പ്രിൻസിപ്പിളാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഇപ്പോൾ ഒരു ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉള്ള ആ ക്യൂവിൽ ഫസ്റ്റ് ഇല്ലവരായിരിക്കും ഫസ്റ്റ് പോവുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, സെയിം കൺസെപ്റ്റാണ് ഇവിടെ. ഇതിൽ നോക്കേണ്ട കാര്യം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് രണ്ട് എൻഡിൽ നിന്ന് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ ഫ്രം വൺ എൻഡ്, ഡിലീഷൻ ഫ്രം വൺ എൻഡ്. ഓക്കെ, നമുക്ക് ഒരു എൻഡിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാം, ഒരു എൻഡിൽ നിന്ന് ഡിലീറ്റും ചെയ്യാം. ആ ഇൻസേർട്ട് ചെയ്യുന്ന എൻഡ് എന്ന് പറയുന്നത് റെയർ. ഇപ്പം ഞാൻ ഈ സൈഡ് റെയർ ആയിട്ട് എടുത്തു. ഓക്കെ, ഈ സൈഡ് റെയർ ആയിട്ട് എടുത്തു, ഈ സൈഡ് ഫ്രണ്ട് ആയിട്ട് എടുത്തു. ഈ സൈഡ് ഫ്രണ്ട് നിങ്ങൾക്ക് തിരിച്ചു എടുക്കാം, ഇവിടെ ഫ്രണ്ട് ആക്കാം, ഇവിടെ റെയർ ആക്കാം. ഓക്കെ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ എൻഡിൽ നിന്നായിരിക്കും, ഡിലീറ്റ് ചെയ്യുന്നത് ഈ എൻഡിൽ നിന്നായിരിക്കും. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഡിലീഷൻ നടത്തും, റെയറിൽ നിന്ന് ഇൻസേർഷൻ നടത്തും. ഇതാണ് ക്യൂവിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ വേറെ നമ്മൾ ടേം യൂസ് ചെയ്യുന്ന അവിടെ പുഷ് പോപ്പ് ആണെങ്കിൽ ഇവിടെ എൻ ക്യൂ ഡി ക്യൂ. എൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ, ഡി ക്യൂ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ബിഗ് ഓഫ് 1 ആണ് ഇതിൻ്റെ ടൈം കോംപ്ലെക്സിറ്റി. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ക്യൂവിൻ്റെ കേസിലാവുമ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇവിടെ ഒരു ഹെഡും ഉണ്ട്, ഇതൊരു ടെയിലും ഉണ്ട്. ഓക്കെ, ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് എൻഡിൽ നിന്നാണ്. ഓക്കെ, രണ്ട് എൻഡ് നമ്മളിപ്പോൾ ഏത് എൻഡിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഇവിടെ മറ്റേതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇൻസേർഷനും ഡിലീഷനും നടത്തണം. ഇവിടെ ആണെങ്കിൽ ഇൻസേർഷൻ ഒരു സൈഡിൽ നിന്നും ഡിലീഷൻ മറ്റു സൈഡിൽ നിന്നും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ എനിക്കിവിടെ വേറെ ഒരു എലമെൻറ്റിനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം, ഒരു നോഡിനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് പോയിന്റ് ഈ ലാസ്റ്റ് നോഡിൽ നിന്ന് എനിക്ക് വേറെ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് പോയിന്റ് ചെയ്യാൻ പറ്റില്ല, ഒരു നോഡിലേക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നോഡിലേക്ക്, ഈ കറണ്ട് നോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഐറ്റവും ഇല്ല. ഇവിടെ ലാസ്റ്റ് നള്ളാണ് കൊടുത്തിരിക്കുന്നത്, നള്ള്. അപ്പോൾ അവിടെ പിന്നെ ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു നോഡും ഇല്ല. ബട്ട് നമ്മളിത് ടെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത് ടെയിലായിട്ട് നമ്മളിവിടെ ഞാൻ ജസ്റ്റ് ഒരു 400 കൊടുത്തു, ഒരു 400 കൊടുത്തു. ഇനി നമുക്ക് 10 ഇൻസേർട്ട് ചെയ്യണം. എനിക്കിവിടെ 10 ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഞാൻ ഇത് അഡ്രസ് നെക്സ്റ്റ് നോഡ് ഇല്ല, നെക്സ്റ്റ് നോഡ് അപ്പോൾ ഞാൻ 0 കൊടുത്തു. ഇതിൻ്റെ അഡ്രസ് വാല്യൂ ഞാൻ 500 ആക്കി. ഇതിൻ്റെ അഡ്രസ് വാല്യൂ ഞാൻ 500 ആക്കിയാൽ ഈ നള്ളെന്നുള്ളത് 500 ആക്കിയാൽ സംഭവം റെഡിയായി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. കാരണം നേരത്തെ ഇവിടെ നള്ളായിരുന്നു, ഇത് ഇവിടെ ഇപ്പം നള്ളല്ലേ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഒരു നോഡിന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊരു ടെയിൽ നോഡ് കൊടുത്താൽ, ടെയിൽ നോഡെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ്? ഇവിടെ ടെയിൽ നോഡെന്ന് ഞാൻ പറയുന്നത് റെയറിനെയാണ്, റെയറിനെ. അപ്പോൾ ഞാൻ ഒന്ന് ഇൻസേർട്ട് ചെയ്തു, ഒരു 400 ടെയിൽ നോഡായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ആ സമയത്ത് എനിക്കിവിടെ ഡയറക്റ്റായിട്ട് വേറെ 10നെ ഇൻസേർട്ട് ചെയ്യാം, 10നെ എൻ ക്യൂ ചെയ്യാം. എൻ ക്യൂ എന്നല്ലേ പറയാം, ഇൻസേർട്ട് ആൻ എലമെൻറ്റ്. 10നെ എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നള്ളുന്നില്ല, ഇതിൻ്റെ അഡ്രസ് വാല്യൂ ഞാൻ 500 ആക്കിയാൽ റെഡിയായി. അതുപോലെ എനിക്ക് അടുത്ത എലമെൻറ്റിന് വേറെ ഒരു എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പം എനിക്ക് 11 എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഇപ്പം നള്ളല്ലേ. അപ്പം ഇതിനെ ഞാൻ 600 ആയി.
600 ആയിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ 600 ആക്കണം. ഈ നോഡ് പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് 600 ആക്കിയാൽ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി 0 ആണല്ലോ, ഇത് നള്ളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് നൾ. ഇവിടെ കറൻ്റ്ലി 0 ആക്കിയാൽ ഇവിടുത്തെ വാല്യൂ 600 ആയി. ഓക്കെ, പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് സെയിം, ഞാൻ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ 600 കൊടുത്താൽ എനിക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോഡിലേക്ക് പോവാം. അതിൻ്റെ കോഡ് ഇവിടെ നമ്മൾ എടുക്കുന്നത് അവിടെ ഇൻസേർട്ട് ഫസ്റ്റ്, ഇൻസേർട്ട് ലാസ്റ്റ്, ഡിലീറ്റ് ഫസ്റ്റ്, ഡിലീറ്റ് ലാസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ സ്റ്റാക്കിലെടുത്തത്. ക്യൂ ആകുമ്പോൾ ഇൻസേർട്ട് ലാസ്റ്റ്, ഡിലീറ്റ് ഫസ്റ്റ്, അല്ലെങ്കിൽ ഇൻസേർട്ട് ഫസ്റ്റ്, ഡിലീറ്റ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. വോയിഡ് എൻ ക്യൂ ഐറ്റം, ഞാനൊരു ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്തു, എൻ ക്യൂ യൂസ് ചെയ്ത ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ലാസ്റ്റ്, നമ്മളവിടെ അതിൻ്റെ അൽഗോരിതം കണ്ടു, അതിൻ്റെ കോഡ് കണ്ടു. ഇൻസേർട്ട് ലാസ്റ്റിൻ്റെ ഹെഡ് കോമ ഐറ്റം എൻ്റെ എൻ ക്യൂ അവിടെ എൻഡ് ചെയ്തു. ഓക്കെ, അടുത്ത വോയിഡ് ഡി ക്യൂ, ഡിലീറ്റ് ഫസ്റ്റ്, ഇൻസേർട്ട് ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തു, ഫസ്റ്റിൽ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡിലീറ്റ് ഫസ്റ്റ് ഓഫ് ഹെഡ് കൊടുത്തു. അപ്പോൾ ഞാൻ എൻഡ് ഡി ക്യൂ. നമ്മൾ ഇതിൻ്റെ ഈ ഇൻസേർട്ട് ലാസ്റ്റിൻ്റെ ഡിലീറ്റ് ഫസ്റ്റിൻ്റെയും നേരത്തെ സ്റ്റാക്കിൽ കണ്ട അതേ കോഡ് തന്നെയാണ് ഇതിനും. അതാ ഇൻസേർട്ട് ലാസ്റ്റ്, ഡിലീറ്റ് ഫസ്റ്റ്. അടുത്തുള്ളത് ഇൻസേർട്ട് ഫസ്റ്റും ഡിലീറ്റ് ലാസ്റ്റും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വോയിഡ് എൻ ക്യൂ ഐറ്റം, ഒരു ഐറ്റത്തിന് എൻ ക്യൂ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ഫസ്റ്റ് ഹെഡ് കോമ ഐറ്റം, ഐറ്റത്തിൽ അതിൽ സ്റ്റോർ, ഇൻസേർട്ട് ഫസ്റ്റിൽ ഐറ്റം അതിൽ സ്റ്റോർ ചെയ്തു. എൻ ക്യൂ. വോയിഡ് ഡി ക്യൂ എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ലാസ്റ്റ് ഓഫ് ഹെഡ്, എൻഡ് ഡി ക്യൂ. ഇത്രയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റാക്കും ക്യൂവും റെപ്രസെൻ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യണം, അറേയിലാകുമ്പോൾ അങ്ങനെ വരില്ല. ഓക്കെ, താങ്ക് യു.